നമസ്കാരം. ഞാൻ സുന്ദരേശൻ, കേരളകൗമുദിയുടെ ചീഫ് റിപ്പോർട്ടറായിട്ട് 2012 വിരമിച്ച ഒരു പത്രപ്രവർത്തകനാണ്. ജീവിതം പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം തന്നെ അവിടെ മുതൽ തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ അന്ന് നാട്ടിൽ പൊതുവെ ദാരിദ്ര്യം ഉള്ള സമയമാണ്. അതേ ദാരിദ്ര്യം അല്പവും കൂടെ കഠിനമായ രീതിയിൽ ബാധിച്ച ഒരു കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ചത്. അതായത് എൻ്റെ വീട് ചുടുകട്ടയോ ഇഷ്ടികയോ മൺകട്ടയോ കൊണ്ടല്ല, മണ്ണ് ചെളി മുകളിലോട്ട് വരുത്തി വെച്ച് അതൊരു ഭിത്തിയുടെ രൂപത്തിലാക്കി അതിൻ്റെ മുകളിൽ ഓലമേഞ്ഞ് താഴെ ചാണകം മെഴുകിയ ആ തറയിലാണ് എൻ്റെ കുട്ടിക്കാലം രാത്രി കിടന്നുറങ്ങാൻ ഉണ്ടായിരുന്നത്. എനിക്ക് 5 സഹോദരങ്ങൾ. എൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ഞുരാമൻ, അമ്മയുടെ പേര് പി സുമതി. ഇവർ രണ്ടുപേരും കശുവണ്ടി തൊഴിലാളികളായിരുന്നു. തൊഴിലാളികൾ എന്ന് പറയാൻ കഴിയില്ല. അച്ഛൻ അവിടെ സ്റ്റാഫായിരുന്നു, അതായത് മേസ്ത്രി എന്ന് പറയും. സ്ത്രീകൾ അണ്ടുതല്ലുന്ന, സ്ത്രീകളെ നയിക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന ജോലി. അമ്മയ്ക്ക് തൊട്ടിപ്പുരയിലായിരുന്നു ജോലി. തൊട്ടിപ്പുര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ ജോലി ചെയ്യാൻ വരുന്ന സ്ത്രീകൾക്ക് ഈ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ രക്ഷാകർതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സമയങ്ങളിൽ പാല് മറ്റു കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാതാക്കന്മാരെ അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ജോലി. അങ്ങനെ കശുവണ്ടി കുടുംബത്തിലാണ് എൻ്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം എഴുകോണിൽ തന്നെയുള്ള ഒരു ഗവൺമെൻറ് LP സ്കൂളുണ്ട്, കോട്ടവള സ്കൂളെന്നാണ് പറയുന്നത്. അവിടെ 4ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ നാട് എഴുകോൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കൊല്ലത്തുനിന്ന് കൊട്ടാരക്കര റൂട്ടിൽ ഏതാണ്ട് 25 കിലോമീറ്റർ, കൊല്ലത്തുനിന്ന് 25 കിലോമീറ്റർ കഴിയുമ്പോൾ ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഈ 4ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ 5ാം ക്ലാസ്സിൽ ചേരുന്നത് ഒരു പ്രത്യേക സ്കൂളിലാണ്, വിവേകോദയം സംസ്കൃത ഹൈസ്കൂൾ. അവിടെ സംസ്കൃതം ആണ് 1ാം ഭാഷ. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ മലയാളം 1ാം ഭാഷ പഠിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കുട്ടികളും 100% കുട്ടികളും അവിടെ 1ാം ഭാഷയായിട്ട് സംസ്കൃതമാണ് പഠിക്കുന്നത്. ഈ സംസ്കൃത ഭാഷ പഠിച്ച് അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സംസ്കൃത ഭാഷ മാത്രമല്ല, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അങ്ങനെയുള്ള എല്ലാ ഇതും ഉണ്ട്. അങ്ങനെ SSLC, അന്ന് സ്റ്റേറ്റ് സിലബസ് CBC ഒന്നുമില്ല. 1969-70 ഞാൻ SSLC പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ വിജയ ശതമാനം എന്ന് പറയുന്നത് ഒരു 20% താഴെയായിരിക്കണം. അവതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് വാങ്ങുന്നവർക്ക് എൻജിനീയറിങ്ങിനോ മെഡിസിനോ അഡ്മിഷൻ ഉറപ്പാണ്. അങ്ങനെ ഒരു കാലഘട്ടം. 1ാം ക്ലാസ് മേടിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ സ്വീകരണം ഉറപ്പാണ്. ആളുകൾ ഒരുപാട് പേര് അവരെ കൊത്തിക്കൊണ്ടുപോയി സ്വീകരണം കൊടുക്കും, പ്രോത്സാഹനം കൊടുക്കും. അന്ന് വലിയ സംഭവമായിരുന്നു ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങുക എന്ന് പറയുമ്പോൾ. ആ സമയത്ത് ഞങ്ങളുടെ ഈ പരിസരത്ത്, ആ വീടിൻ്റെ ആ പരിസരങ്ങളിൽ ഉള്ളവരിൽ SSLCക്ക് 1ാം ചാൻസിൽ പാസ്സായ ഒരാളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പണ്ട് മുസ്ലിയാരായിരുന്നു എൻ്റെ അമ്മയും അച്ഛനും ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമസ്ഥൻ. മുസ്ലിയാരൊക്കെ കമ്പനി വിട്ടു, കുറച്ച് നാൾ പൂട്ടിക്കിടന്നു. അതിനുശേഷം ഒരു സ്വകാര്യ മുതലാളി വന്ന് ഏറ്റെടുത്തു. ആനുകൂല്യങ്ങളൊന്നുമില്ല, വീട്ടിലെ ദാരിദ്ര്യം, കഷ്ടപ്പാട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ദിവസം 2 രൂപ ശമ്പളം, അച്ഛന് ജോലിയില്ല. ഈ 2 രൂപ ശമ്പളത്തിൽ ഞങ്ങൾ 5 മക്കളും അച്ഛനും അമ്മയും എങ്ങനെ കഴിയാൻ? ആ സമയത്താണ് ഞാൻ എൻ്റെ ഉപരിപഠനത്തിൻ്റെ ഒരു വഴിതിരണി വരുന്നത്.
ഉപരിപഠനം വേണമെന്നുണ്ടെങ്കിൽ സംസ്കൃതം ഐച്ഛികമായിട്ട് ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരു തുടർ പഠനം വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മഹാരാജാസ് സംസ്കൃത കോളേജിൽ വേണം പോകാൻ. ഞങ്ങളെ അവിടെ നിവൃത്തിയുള്ളവരെല്ലാവരും അടുത്ത പ്രീ ഡിഗ്രിക്ക് പോകുന്നത് പിന്നെ സംസ്കൃത കോളേജിലാണ്, ഗവൺമെൻറ് സംസ്കൃത കോളേജ്. അപ്പോൾ അവിടെ പോകുന്നതിനെ പറ്റി എല്ലാവരും അമ്മ ഇങ്ങനെ പറയുന്നു, ഫസ്റ്റ് ചാൻസിൽ പാസ്സായ കുട്ടിയല്ലേ, അവനെ പഠിപ്പിക്കണ്ടേ. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ 2 രൂപ വരുമാനം കൊണ്ട് എങ്ങനെ വീട് കഴിയും, എന്നെ എങ്ങനെ തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിലാക്കും. അങ്ങനെ വന്നപ്പോൾ അമ്മ നിസ്സഹായത. ഞാനും പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇത്തിരി കഴിയട്ടെ, ഇത് മുസ്ലിം വല്ലതും ഞാൻ 2 പൈസ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം കിട്ടുന്നത് വരെ നമുക്ക് ഞാനും എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 15ാമത്തെ വയസ്സിൽ ഒരു ഓല വെട്ടിയിട്ട് 2 സൈഡും മുടഞ്ഞ് അതുമായിട്ട് ഞാൻ ഏതാണ്ടൊരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു പാറമടയിൽ പോയി ഈ മെറ്റൽ അടിക്കാൻ തുടങ്ങി. ഈ മെറ്റലടിച്ച് കിട്ടുന്ന ഒരു പാട്ടയ്ക്ക് 50 പൈസ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ഈ കൈയെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ബ്ലഡാവും. ഈ തൊലിയൊക്കെ നക്കുക എന്ന് പറയുമല്ലോ, പാറ കൊണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കഷ്ടിച്ച് 1.5 പെട്ടി മെറ്റലടിക്കും. അപ്പോൾ അങ്ങനെ 1.5 രൂപ അവിടുന്ന് കിട്ടും. അതുമായിട്ട് നേരെ എഴുകോൺ ജംഗ്ഷനിൽ വന്ന് അത്യാവശ്യമുള്ള മുളകും സാധനങ്ങളും, അന്ന് 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുളകും സാധനങ്ങളും എല്ലാം കൂടെ പൊതിഞ്ഞ് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അതും കഴിഞ്ഞ് ഇത്തിരി പിന്നെ അരിയൊക്കെ വാങ്ങി, അത് തൊട്ടപ്പുറത്ത് തന്നെ മാർക്കറ്റുണ്ട്, അവിടുന്ന് മീനുമൊക്കെ വാങ്ങി തലയിലൊരു കെട്ടും കെട്ടി, തോർത്തുകൊണ്ടൊരു കെട്ടും കെട്ടി നല്ല ഒരു പാറപ്പണിക്കാരനെ പോലെ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ അമ്മ അടുപ്പിൽ വെള്ളം തിളപ്പിച്ച് ഇട്ടിരിക്കുകയായിരിക്കും. ഞാൻ കൊണ്ടുവന്നിട്ട് വേണം ആ അരി ഇടാൻ. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ പരമകോടിയിൽ അന്ന് കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പം പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ, അണ്ടിയാപ്പീസിലെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ അമ്മയെ ഇത് വട്ടം കൂട്ടി, ഇനിയിപ്പോൾ ഇത് പറ്റത്തില്ല, ചെറുക്കനെ എപ്പോഴെങ്കിലും വിട്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ജീവിത ലക്ഷ്യം തന്നെയാണ്. അവസാനം അമ്മ നോക്കിയപ്പോൾ ഞങ്ങളുടെ പിന്നെ ബന്ധുക്കൾ ഒക്കെ കുറേ അധികം ആളുകളുണ്ട്. അവരെയൊക്കെ സമീപിച്ചപ്പോൾ, നിൻ്റെ തിരുവനന്തപുരത്തൊന്നും വിട്ട് പഠിപ്പിക്കണമെന്നില്ല, ഞങ്ങളുടെ മക്കളെ ആരെയൊന്നും അങ്ങനെയൊന്നും വിട്ട് പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഉള്ള ഗതികൾ അനുസരിച്ചിട്ട് പഠിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായപ്പോൾ വീട്ടിലെ പുരയിടത്തിൽ ഒരു 5-8 തെങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ ആ തെങ്ങ് കായ്ഫലം കുറവായിരുന്നു എന്നുള്ളത് കൊണ്ട് പലിശ അഡീഷണൽ കൊടുക്കാം, ഒരു 200 രൂപ വേണം എന്ന് അവിടുത്തെ ഒരു ചെറിയ ജന്മിയുടെ അടുത്ത് അമ്മ പോയി പറഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് 200 രൂപയും വാങ്ങിക്കൊണ്ടാണ് ഞാൻ എൻ്റെ കോളേജ് ജീവിതം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം സംസ്കൃത കോളേജിലാണ്. അവിടെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു, BA ചേർന്നു. അത് കഴിഞ്ഞിട്ട് MA പാസ്സായി, സംസ്കൃത സാഹിത്യം ഐച്ഛിക വിഷയമായി എടുത്തു. അത് കഴിഞ്ഞിട്ട് MA പാസ്സായി കഴിഞ്ഞ് നാട്ടിൽ എത്തി. നാട്ടിൽ വന്നപ്പോൾ പിന്നെ മറ്റു വരുമാന മാർഗങ്ങളൊന്നും അപ്പോഴും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ കശുവണ്ടി കോർപ്പറേഷൻ ഈ കമ്പനി ഏറ്റെടുത്ത് എന്നുള്ളത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും സാമാന്യം ചെറിയൊരു വരുമാനം വീണ്ടും കിട്ടിത്തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് MA പൂർത്തിയാക്കാൻ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിച്ചതിൻ്റെ എനിക്ക് MA പാസ്സാകാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ വന്നിട്ട് ചില്ലറ ട്യൂട്ടോറിയൽ പഠിപ്പിക്കലും മറ്റു കാര്യങ്ങളുമായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു കസിൻ, അയാൾ പിന്നെ ഗൾഫിലാണ്. അപ്പോൾ പുള്ളി ഒരു ഫോട്ടോഗ്രാഫിയിൽ ഒരു പ്രിയമുള്ള ഒരാളാണ്. അപ്പോൾ ആ പുള്ളി കൊല്ലത്തിനടുത്ത് തന്നെ ഈ രണ്ടാംകുറ്റി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്, അവിടെ ഒരു സ്റ്റുഡിയോ വാങ്ങിയിട്ട് പുള്ളി ഗൾഫിൽ നിന്നൊക്കെ ഫിലിമൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഒരാളെ ശമ്പളത്തിന് നിർത്തിയിട്ട് പിന്നെ ഈ സ്റ്റുഡിയോ നടത്തിക്കും. ഒരു ഫോട്ടോഗ്രാഫർ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഈ നിൽക്കുന്ന ആൾ സാമ്പത്തികമായ അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മുടെ ഒരാളെ തിരക്കി പുള്ളി നോക്കിയപ്പോൾ ഉണ്ട് ഞാൻ അവിടെ MA കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുക. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കിപ്പോൾ എന്തോ ട്യൂട്ടോറിൽ പോയാൽ എന്തോ ശമ്പളം കിട്ടും? അത് ഞാൻ പറയും ഇത്ര കിട്ടും. അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഇരട്ടി ഞാൻ തരാം, നീ ഇവിടെ വന്ന് ആ സ്റ്റുഡിയോയിലൊന്ന് നിൽക്കുക.
അത് സത്യത്തിൽ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു. ഞാനവിടെ രണ്ടാം കൊറ്റിയിൽ വന്ന് സ്റ്റുഡിയോയിൽ പിന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. ഫോട്ടോഗ്രാഫറുടെ കൂടെ കല്യാണങ്ങൾക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ പോവും. പിന്നെ അവിടെ വരുന്ന സ്റ്റുഡിയോയിൽ എത്തുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ അതെല്ലാം ഞാൻ തന്നെ എടുക്കാൻ തുടങ്ങി. ഡാർക്ക് റൂമിലെ പണികളെല്ലാം പഠിച്ചു. ഈ പിന്നെ വാഷ് ചെയ്യുക, ഉണക്കുക, ഫിലിം, അങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാമൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്റ്റുഡിയോ മറ്റൊരാൾക്ക് കൈമാറുന്നു ഇദ്ദേഹം. അങ്ങനെ ആ സ്റ്റുഡിയോ മറ്റൊരാൾക്ക് കൈമാറിയപ്പോൾ കിട്ടിയ തുകയിൽ നിന്ന് ഒരു ചെറിയ തുക എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് നീ എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. അപ്പം ഇനി ആ വരുമാന മാർഗം മാറിയല്ലോ. അപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് കേരള യൂണിവേഴ്സിറ്റി ജോലിയുള്ള ഒരു യോഗരാജൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ പുള്ളി പിന്നെ ഞാൻ ഒന്ന് സമീപിച്ചു, നമുക്ക് ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ മാർഗമുണ്ടോ? ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും, മാസം ഒരു 400 രൂപ കിട്ടുന്ന ഒരു പണി ഞാൻ തരാം. അത് റിസർച്ചിന് ചേരുക, ഗവേഷണം നടത്താനേ. സംസ്കൃത അല്ലേ പഠിച്ചത്, അപ്പോൾ സംസ്കൃതത്തിൽ തന്നെ സൗന്ദര്യശാസ്ത്രത്തിൽ, അലങ്കാരശാസ്ത്രത്തിൽ ഒരു വിഷയം എടുത്തിട്ട് പിന്നെ ഗവേഷണം ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കാര്യവട്ടത്ത് പോയി മലയാളം ഈ സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് NP ഉണ്ണിസാറിനെ കണ്ടു. ഉണ്ണിസാറ് അപ്പം നോക്കിയപ്പോൾ അവന് ഗൈഡായിട്ട് അപ്പോൾ ഒഴിവില്ല, ഗൈഡില്ല എനിക്ക്. അങ്ങനെ അവസാനം എന്നെ MA പഠിപ്പിച്ച ഒരു പ്രൊഫസറെ ഗൈഡാക്കാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരൻ പിന്നെ ശ്രമിച്ചു. അദ്ദേഹത്തെ ഗൈഡാക്കി അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഗവേഷണം ആരംഭിച്ചു. PhDക്ക് വേണ്ടി വർക്ക് ചെയ്തു. കാര്യവട്ടത്തെ റിസർച്ചേഴ്സ് ഹോസ്റ്റലിൽ താമസമായി. മാസം തോറും 400 രൂപ എനിക്ക് വരുമാനമായി. അതിൽ നിന്നൊരു 100 രൂപ ഞാൻ എല്ലാ മാസവും വീട്ടിലേക്ക് അയക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തിസീസ് സമർപ്പിക്കുന്നതിന് ഒപ്പം തന്നെ മറ്റൊരാഗ്രഹം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഫെലോഷിപ്പ് തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. അങ്ങനെ കാണുന്നതിനെല്ലാം പ്യൂൺ പോസ്റ്റിന് വരെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള കൗമുദിയിൽ ഈ പത്രപ്രവർത്തക പരിശീലനത്തിന് വേണ്ടി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ MA ആണ്. അപ്പോൾ മലയാള ഭാഷയിൽ അതിൻ്റെ ഒരു വിജ്ഞാനം വേണം. അപ്പോൾ ഞാൻ ആലോചിച്ച്, മലയാള ഭാഷ എനിക്ക് നന്നായിട്ടറിയാം, കാരണം ഞാൻ സംസ്കൃതം പഠിച്ചതുകൊണ്ട് അതിൻ്റെ മൂലഭാഷ, ഈ മലയാളത്തിൻ്റെ ഒരു മൂലഭാഷയാണ് പിന്നെ യഥാർത്ഥത്തിൽ സംസ്കൃതം. എങ്ങനെ ഡെറിവേറ്റ് ചെയ്യുന്നു, മലയാളം ഭാഷ എങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്തതെന്ന് സംസ്കൃതത്തിൻ്റെ പിന്നെ ഈ സൂത്രങ്ങൾ, മഹേശ്വര സൂത്രമല്ല, അങ്ങനെയുള്ള സൂത്രങ്ങൾ പിന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സന്ധി എങ്ങനെ വരും, സമാസം എങ്ങനെ വരും, അങ്ങനെ വന്നാൽ ഇങ്ങനെ വരത്തില്ലേ. അപ്പോൾ നമുക്ക് സംശയമില്ല, ഒരു സന്ധി വന്നു കഴിഞ്ഞാൽ ഇന്ന അക്ഷരം എഴുതണമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും നമുക്കില്ല. അപ്പം ഭാഷ വശമാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലും പിന്നെ ഫോട്ടോഗ്രാഫി എനിക്കറിയാം. എൻ്റെ അളിയൻ അന്ന് ഗൾഫിൽ നിന്ന് ഒരു യാഷിക ക്യാമറ, വലിയൊരു ക്യാമറ, G2-ൻ്റെ ഒരു ക്യാമറ കൊണ്ടുവന്നു. അപ്പോൾ അത് ഒരു സഞ്ചിക്കകത്താക്കി. അപ്പോൾ ആ സഞ്ചിയുമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നത്, ഇൻ്റർവ്യൂവിന് പോകുന്നത്. അന്ന് നമ്മുടെ പിന്നെ N. രാമചന്ദ്രൻ സാറ്, MS മധുസൂദനൻ സാറ്, ഇവർ രണ്ടുപേരുമാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന്. പിന്നെ അതിനകത്ത് വളരെ കുറച്ച് പേർക്ക്, 4-5 പേർക്ക് മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് വന്നത് ഈ ഫോട്ടോഗ്രാഫിയാണ്. സ്വന്തമായിട്ട് ക്യാമറ ഉണ്ട്, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടാൽ ഫോട്ടോഗ്രാഫറെ കൂടെ വിടണ്ട എന്നൊക്കെയുള്ള അത് അവരുടെ മനസ്സിൽ തോന്നി കാണും. പിന്നെ ഭാഷയിൽ എൻ്റെ പിന്നെ മലയാള ഭാഷയിൽ എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഷയിൽ എഴുത്ത് പരീക്ഷയിലൊന്നും ഞാൻ പിന്നെ പിൻപന്തിയിൽ ആവില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് അവിടെ പിന്നെ ട്രെയിനിങ്ങായിട്ട് സെലക്ഷൻ കിട്ടി. ആ ട്രെയിനിങ്ങിന് 2 വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ വീണ്ടും ടെസ്റ്റ് നടത്തി. അങ്ങനെ എന്നെ കൺഫേം ചെയ്തു. വേജ് ബോർഡിൻ്റെ സാലറിയായി. അന്ന് ഒരു കോളേജ് ലെക്ചറേക്കാൾ കൂടുതൽ ശമ്പളം ഞാൻ അന്ന് തുടക്കത്തിൽ വാങ്ങിക്കൊണ്ടിരുന്നു. അതായിരുന്നു അന്നത്തെ പത്രപ്രവർത്തകരുടെ ആ സ്റ്റാറ്റസ്. അപ്പോൾ കാലം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഈ ജോലി അന്വേഷണമൊക്കെ ഞാനങ്ങ് മാറ്റിവെച്ചു. ഈ കിട്ടിയ ഈ ജോലിയിൽ ഞാൻ ഒരുപാട് ഇഴുകിച്ചേർന്നു. യഥാർത്ഥത്തിൽ ഞാനൊരു പത്രപ്രവർത്തകനാകണം എന്ന് പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. വന്നു ചേർന്നൊരു വഴിയാണത്.
പക്ഷേ ആ വഴിയിൽ എത്തിച്ചേർന്നപ്പോൾ ഇനി ഇതാണ് എൻ്റെ വഴി എന്ന് ഞാൻ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, അന്നത്തെ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള എഡിറ്റർമാർ എന്നെ ഒരുപാട് സഹായിച്ചു. അതായത് ജി വിവേകാനന്ദൻ, നമ്മുടെ കള്ളിച്ചെല്ലമ്മ എഴുതിയ നോവലിസ്റ്റ് PRD ആയിരുന്ന ജി വിവേകാനന്ദൻ സാറ്, എൻ രാമചന്ദ്രൻ സാറ്, പിറവന്തൂർ ശശിധരൻ സാറ്, അതുപോലെ MS മണി സാറ്, ഇവരെല്ലാവരും എൻ്റെ ആ ഒരു കരിയറിൽ പ്രോത്സാഹനം തന്നുകൊണ്ടേയിരുന്നു. എനിക്ക് എടുത്തു പറയേണ്ടത് ദീർഘകാലം കേരള മുതൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ശ്രീ AP വിശ്വനാഥൻ സാറിനെയാണ്. എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മറ്റാരുമില്ല. എവിടെ എന്ത് വെല്ലുവിളിയും ഏറ്റെടുത്ത് എന്നെ തമിഴ്നാട്ടിലെ രാജപാളയത്ത്, തമിഴ്നാട്ടിൽ ഇലക്ഷൻ ടൈമിൽ അരുണാചലം, അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന അരുണാചലം സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ രാജപാളയത്ത് പോയി. തമിഴ്നാട്ടിൽ തന്നെ വേറെ ഒരു സ്ഥലത്ത് ഈ പോളിടെക്നിക്കിൽ മലയാളി വിദ്യാർത്ഥികളും തമിഴ് വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ഭയങ്കരമായ സംഘർഷം ഉണ്ടായി. ആ സംഘർഷം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു യാത്ര ഒറ്റയ്ക്ക്, അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. രാത്രി ആരോടും വഴി ചോദിക്കാതെ വിജനമായ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവസാനം അവിടെ ചെന്ന് കയറിയപ്പം മലയാളി പത്രപ്രവർത്തകനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ എല്ലാവരും തമിഴ് വിദ്യാർത്ഥികളെല്ലാം ഒത്തുകൂടി രാത്രി ആക്രമിക്കുമെന്നായി. അവസാനം അവിടുത്തെ മലയാളി വിദ്യാർത്ഥികളെ സംഘടിച്ച് എനിക്ക് ഇത് നിന്ന് അവസാനം അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ എനിക്ക് കിടക്കാൻ അവസരം തന്നു. അത്രയൊരു സംരക്ഷണം ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാഹസികമായിട്ടുള്ള ഇതിലൂടെ ഇങ്ങനെ പോയി. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം എൻ്റെ സന്തത സഹചാരിയായിരുന്നു ആ ക്യാമറ. അപ്പോൾ ഫോട്ടോഗ്രാഫി എനിക്കൊരു ദൗർബല്യമായിരുന്നു. ആ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ പലപ്പോഴും പരീക്ഷണാർത്ഥം ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ പലതും കേരള കൗമുദിയുടെ വാരാന്ത്യ പതിപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പത്രപ്രവർത്തനത്തിൽ പരമാവധി ഇഴുകിച്ചേരാനും ആ ഒരു പ്രൊഫഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റുന്ന ഒരു നേട്ടം. ആദ്യത്തെ ബൈലൈൻ എനിക്ക് കിട്ടുന്നത്, ബൈലൈൻ എന്ന് പറയുമ്പം അറിയാമല്ലോ, പേര് വെച്ചുള്ള ഒരു ആർട്ടിക്കിൾ, K. സുന്ദരേശൻ എന്ന് പേര് വെച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുക. അപ്പോൾ ഞാൻ ഗവേഷണത്തിന് ഞാൻ പബ്ലിക് ലൈബ്രറി സ്ഥിരം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷു എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ആ നാളിനെ പറ്റി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കി മറിച്ചു. അപ്പോൾ അതിൻ്റെ വിഷുവിൻ്റെ പ്രാധാന്യം എന്താണ്, രാവും പകലും ഒരേ സമയം വരുന്ന ഒരു ദിവസമാണത് വിഷു. അത് തമിഴ്നാട്ടിലൊക്കെ അത് കാർഷിക മേളയായിട്ടൊക്കെ ഇത് ആഘോഷിക്കുന്ന ഒരു ഇത്. അപ്പോൾ ആ വിഷുവിൻ്റെ ചരിത്ര പ്രാധാന്യം മറ്റു കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു ഗദ്യ കവിത പോലെ ഒരു സാധനം, ഒരു ഐറ്റം എഴുതി ജി വിവേകാനന്ദൻ സാറിന് അയച്ചു കൊടുത്തു. ജി വിവേകാനന്ദൻ സാറിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത്, അയച്ചു കൊടുത്തതല്ല. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ സാറിൻ്റെ കയ്യിലത് കൊടുത്തു. സാറത് വായിച്ചിട്ട് പറഞ്ഞു, കൊള്ളാമല്ലോടോ എന്ന് പറഞ്ഞു. അന്ന് കേരള കൗമുദിയുടെ വീക്കെൻഡ് പ്രിൻ്റ് ചെയ്യുന്നത് കോഴിക്കോട്ടാണ്. അപ്പം സാറ് ഇവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കും, കോഴിക്കോട്ട് പ്രിൻ്റ് ചെയ്ത് വരും. അങ്ങനെ അവർ സാറ് കോഴിക്കോട്ട് വിളിച്ചു പറഞ്ഞു, ഇതൊരു ഫുൾ പേജ്, വാരാന്ത്യത്തിൻ്റെ ഫ്രണ്ട് പേജിലെ ഫുൾ പേജ് ഇത് ഒരു ഗദ്യ കവിതയായിട്ട് ഇത്തിരി വലിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്ത് മനോഹരമായിട്ട് വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു ഞായറാഴ്ച ദിവസം ഞാൻ അന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കേരള കൗമുദി വരുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ആ വിഷുക്കണി അതിൻ്റെ ആ ഐറ്റം എൻ്റെ പേരോടുകൂടി വന്നു. അത് ജീവിതത്തിലെ ഇത്രയും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം അതായിരുന്നു ആദ്യത്തെ എൻ്റെ ബൈലൈൻ സ്റ്റോറി. അത് വെറുതെ ആയില്ല, തുടർച്ചയായ ബൈലൈൻ സ്റ്റോറികൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മകള് ജനിച്ചത് വിഷുവിൻ്റെ ദിവസമാണ്. വിഷുക്കണിയാണ് എൻ്റെ മകളുടെ ജനനം തന്നെ. അതുപോലെ തന്നെ കേരള മുതൽ എനിക്ക് ജോലി സ്ഥിരത കിട്ടിയതും ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസമാണ് വിഷു.
അപ്പോൾ ഏപ്രിൽ മാസവും വിഷുവും എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും പിന്നെ പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാസവും ദിവസവുമാണ്. അപ്പോൾ അതിന് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞു. എനിക്ക് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് കൊല്ലം ബ്യൂറോയിലേക്ക് സ്ഥലം മാറ്റമായി. നേരെ പിന്നെ 87 ഞാൻ കൊല്ലം ബ്യൂറോയിൽ, അന്ന് PK തമ്പി സാറാണ് കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫ്. PK തമ്പി സാറിൻ്റെ കീഴിൽ പിന്നെ പത്രപ്രവർത്തനം, സാറിൻ്റെ ഒരുപാട് ക്വാളിറ്റികൾ പറയാനുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 27 വർഷങ്ങളായി. തമ്പി സാറിനെ സംബന്ധിച്ചിടത്തോളം അനുകരണീയമായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള, കേരളത്തിലെ എല്ലാ പത്രക്കാരെയും എടുത്തു കഴിഞ്ഞാലും ശരി തന്നെ, പത്രക്കാർക്കുണ്ടായ സാധാരണ ഒരു ധനസമ്പാദനം പത്രക്കാരുടെ ഒരു പിന്നെ മോഹമാണ്. പക്ഷേ തമ്പി സാറിന് അതുണ്ടായിരുന്നില്ല. അതിന് പിന്നെ ഞാൻ തന്നെ ഒരു ദൃക്സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ അവിടെ എഴുകോണിനടുത്ത് ഇരുമനങ്ങാട് ഒരു പോളിടെക്നിക് ഉണ്ട്, ടെക്നിക്കൽ ഹൈസ്കൂൾ. അപ്പോൾ അവിടുത്തെ ഒരു വാർഷികത്തിൻ്റെ ഒരു വാർത്ത ഒരു ദിവസം പ്രസ് ക്ലബ്ബിൽ കൊണ്ടുവന്നിട്ടിരുന്നു, ഒരു കവറിനകത്ത്. അപ്പം ആ കവർ കൊണ്ടുവന്നിട്ട് തമ്പി സാറിനാണ് ഈ കവറെല്ലാം പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു 100 രൂപ വെച്ചേക്കുന്നു. പ്രിൻസിപ്പാളാ. അപ്പം ആ 100 രൂപ സാറ് കണ്ടിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, സുന്ദരേശൻ്റെ വീട് എഴുതണമല്ലേ, അപ്പം നാളെ ഈ പിന്നെ ഇതേ കവറിനകത്തിട്ട് ഈ പൈസ അങ്ങ് പിന്നെ അവിടെ കൊടുത്തേക്കണം, ഇവിടെ ടെക്നിക്കൽ സ്കൂളിലെ അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഇത് കേരള കൗമുദിയാണ്, കേരള കൗമുദിയിലെ പൈസ വാങ്ങി റിപ്പോർട്ട് ചെയ്യാറില്ല, വാർത്ത ഇടാറില്ല എന്ന് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലും പിന്നെ ഇത്രയും പിന്നെ ഒരു വലിയൊരു മാർഗദർശനമായിരുന്നു അത്. ഞാനത് ആ കേരള കൗമുദിയിൽ നിന്ന് വിടുന്നത് വരെ, എൻ്റെ ജോലിയിൽ നിന്ന് വിടുന്നത് വരെ അത് ഞാൻ പാലിച്ചിട്ടുണ്ട്, ഞാനും പാലിച്ചിട്ടുണ്ട്. അത് തമ്പി സാറാണ് ആ ഒരു മാർഗനിർദ്ദേശം തന്നത്. അങ്ങനെ എത്രയോ മഹാരഥന്മാർ അവിടെ, പിന്നെ ഇത് അടൂർ ബാലൻ, അതുപോലെ A ശർമ്മ, CR രാമേന്ദ്രൻ, S സുധീശൻ, അതുപോലെ എത്രയോ പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. 2-3 ബോഗികൾ ഞങ്ങൾ ഒരുമിച്ച് ബുക്ക് ചെയ്ത് നേരെ ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ ഹോളി സിറ്റീസിൽ ഞങ്ങൾ പോയിട്ടുള്ള യാത്ര, അന്ന് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം വെറും ഫ്ലോട്ടിങ്. ഒരു പത്രത്തിൽ നിന്ന് വരുന്നു, പിന്നെ വിഷ്വൽ മീഡിയാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഒരു പത്രപ്രവർത്തക സമൂഹം എന്ന് പറയുന്ന ഒരു ഐക്യം ഇല്ലാതായി. അങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്നേ ഉള്ളൂ, അവർ തമ്മിലൊരു ആത്മബന്ധം ഇല്ലാതായ ഒരു സന്ദർഭമാണ് ഇക്കാലത്ത്. ഞാൻ കൊല്ലം ബ്യൂറോയിൽ വന്ന് 1 വർഷം കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, എൻ്റെ പത്രപ്രവർത്തക ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം നടക്കുന്നത്. ഒരു ദിവസം തമ്പി സാറ് ലീവാണ്. അന്ന് ചാത്തന്നൂർ മോഹനുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ 3 പേരാണ് കൊല്ലം ബ്യൂറോയിലുള്ളത്. ചാത്തന്നൂർ മോഹനും എന്തോ ആവശ്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2-2:30 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ആ പെരുമൺ ഭാഗത്ത് എന്തോ സംഭവം നടന്നിട്ടുണ്ട്, ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, ഒന്ന് അന്വേഷിക്കാൻ പറയും. അപ്പം ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ചു. ഏജൻറ്റ് ഒരു സത്യവ്രതനാണ്. അപ്പം ആ സത്യവ്രതനും ഉണ്ട്, ഭാർഗവനും ഉണ്ട്. ആ ഭാർഗവൻ ചേട്ടനെ വിളിച്ചപ്പോൾ ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു, സുന്ദരേശ സാറേ, പിന്നെ ഈ ഐലൻഡ് എക്സ്പ്രസ് ഇപ്പം പിന്നെ പെരുമൺ പാലത്തിൽ നിന്ന് പിന്നെ താഴെ വീണു, 100 കണക്കിന് ആളുകൾ മരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ മാത്രം ഉണ്ട് ആ പിന്നെ ബ്യൂറോയിലാണ്. എങ്ങനെ പോവും, ചാറ്റൽ മഴ. അപ്പോൾ ക്യാമറ ഇല്ല, കേരള കൗമുദിക്ക് അന്ന് ക്യാമറമാനില്ല. അപ്പോൾ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ ജൂനിയറായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഞാൻ നേരെ അവിടെ പോയിട്ട് അവനെ വിളിച്ചിട്ട് പിന്നെ നേരെ ഒരു ടാക്സി വിളിച്ച് പിന്നെ പെരുമണിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ട ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടുക്കത്ത്. ജൂലൈ 8 ജൂലൈ 8 എന്ന് പറയുന്ന ഒരു ദിവസം ജീവിതത്തിൽ ഓർക്കാതിരിക്കത്തില്ല ഞാൻ. അപ്പോൾ അത് പിന്നെ കാറ് ഏതാണ്ട് പകുതി ദൂരം, അഞ്ചാലമ്മൂട് കഴിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ പിന്നെ പരിക്കേറ്റവരെയും ഒക്കെ ആയിട്ട് വാഹനങ്ങൾ, ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് കാറ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല.
അവസാനം ആ മഴയത്ത് റെയിൽവേ ട്രാക്കിലൂടെ ഓടി ആ പെരുമൺ പാലത്തിനടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ വന്ന ഫോട്ടോഗ്രാഫർ ഈ പിന്നെ അപകടം അതിൻ്റെ ആ ഒരു തീക്ഷ്ണത കണ്ടതിന് ശേഷം പുള്ളി വിറയ്ക്കാൻ തുടങ്ങി. പുള്ളിക്ക് ക്യാമറ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കായലിനടുത്ത് ഒരു ശകലമൊന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല ഷോട്ട് കിട്ടും. ഭാഗ്യത്തിന് അന്ന് എനിക്ക് ആ ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ഉണ്ടായിരുന്നത് കൊണ്ടാകാം ഞാൻ ആ ക്യാമറ വാങ്ങി പിന്നെ ഒരു റോള് മുഴുവൻ എക്സ്പോസ് ചെയ്ത് രണ്ടാമത്തെ റോൾ 2 റോളായിട്ടാണ് പോയത്. രണ്ടാമത്തെ റോളും എല്ലാം എക്സ്പോസ് ചെയ്തിട്ട് ഒരാളെ ആ ഫോട്ടോഗ്രാഫറെ തന്നെ ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ട് അപ്പോഴത്തേക്കിന് തിരുവനന്തപുരത്ത് എല്ലാം അലർട്ടായി. ഹെഡ് ഓഫീസിൽ നിന്ന് പിന്നെ BC ജോജോയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ടർമാരുടെ ഒരു സംഘം പെരുമണിലേക്ക് കുതിച്ചു. അവർ സന്ധ്യയോടെ തന്നെ അവർ ഇവിടെ എത്തി. അപ്പോഴത്തേക്കിന് എൻ്റെ ടെൻഷൻ ഏതാണ്ടൊരു പകുതിയോളം കുറഞ്ഞു. പക്ഷേ ആ നടുക്കുന്ന ആ സംഭവം, ഓരോരുത്തരെ എടുത്തുകൊണ്ട് വരുന്ന ആ സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്കത് പിന്നെ പക്ഷേ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു തരം ആത്മവിശ്വാസം പകർന്നു തന്നു എന്നുള്ളതായിരുന്നു സത്യം എന്നുവെച്ചാൽ അതിനുശേഷം എത്രയോ അപകടങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം പെരുമൺ അപകടം റിപ്പോർട്ട് ചെയ്തയാളല്ലേ, ചെയ്ത ആ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് മറ്റുള്ള ചെറിയ അപകടങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാറില്ല. എൻ്റെ മാനസിക നിലയിൽ കുഴപ്പവും വരാറില്ല. എന്തായാലും അന്ന് മനോരമയുടെ ചീഫ് എഡിറ്ററുടെ വരെ പ്രശംസ പിന്നെ പിടിച്ചു പറ്റാൻ അദ്ദേഹം MS മണിസാറിനെ, കേരളമുദ്ര ചീഫ് എഡിറ്ററായിരുന്ന MS മണിസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മനോരമയേക്കാൾ കൂടുതൽ നല്ല വാർത്തകൾ കേരളകൗമുദിയിലാണ് വന്നിട്ടുള്ളത്, സന്തോഷം എന്ന് പറയുകയുണ്ടായി. അത് എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ മണിസാർ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. അത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. എൻ്റെ മാത്രമല്ല, ആ തിരുവനന്തപുരത്ത് വന്ന ആ ടീമിൻ്റെ കൂടി ഇതാണ്. പക്ഷേ ഞാൻ കൊല്ലത്ത് ബ്യൂറോയിലായതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പിന്നെ പ്രധാനപ്പെട്ട അവർ മറ്റുള്ള ലേഖകന്മാരെല്ലാം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഞാനും തമ്പി സാറും മോഹനും മാത്രമായി. അപ്പോൾ ഈ പെരുമൺ റിപ്പോർട്ട് അതിൻ്റെ ഫോളോ അപ്പ്, ഖലാസികൾ വരുന്നു, ബോഗികൾ മാറ്റുന്നു, പിന്നെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് തിരക്കുന്നു, പിന്നെ അതിൻ്റെ അന്വേഷണം, ഇത് എങ്ങനെ ഉണ്ടായി, പിന്നെ ഈ ചുഴലിക്കാറ്റാണോ എന്നൊക്കെയാണ് അപ്പം അവസാനം വന്ന് നിന്നത്. അത് ഒന്നും പിന്നെ ഒരു തെളിവിലും എത്തിയില്ല. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ മോള് ജനിച്ച് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം രാവിലെ വീട്ടിൽ നിന്ന് നേരെ ചോറുമൊക്കെ ആയിട്ട് യാത്ര എന്ന് പറയുന്നത് പിന്നെ കേരളം ബ്യൂറോയിലേക്കല്ല, നേരെ പെരുമണിലേക്കാണ്. ആ പെരുമണിൽ ഏതാണ്ട് 1 മാസം രാവിലെ പോവും, വൈകുന്നേരം സന്ധ്യയോടെ ആകുമ്പം ബ്യൂറോയിലെത്തും. അതുവരെയുള്ള വാർത്തകൾ എഴുതി കൊടുക്കും. 1 മാസത്തെ എൻ്റെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് പെരുമൺ ദുരന്തമായിരുന്നു. പിന്നെ ഒരു സംഭവം പത്രപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് വളരെ അധികം പിന്നെ ആത്മവിശ്വാസവും പിന്നെ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാനും ഒരുപാട് പഠിക്കാനും ഒക്കെ എനിക്ക് ഉപകരിച്ചു എന്നുള്ളതാണ് സത്യം. ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മളെല്ലാം ഒരു ദിവസം മുഴുവൻ അവിടെ ഉള്ളതുകൊണ്ട് അതിനൊരു ഉദാഹരണം പറയാം. ജെയിംസ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതിനകത്തുണ്ടായിരുന്നു. അയാൾ ഇവിടെ എഴുകോണിനടുത്ത് തന്നെ നെടുമ്പായക്കുളത്തുള്ളതാണ്. അപ്പോൾ അയാൾ പിന്നെ അദ്ദേഹം ഈ ട്രെയിനിനകത്തുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ഒരു വർഷം പോലും ആയില്ല വിവാഹം കഴിഞ്ഞിട്ട്. ആ ഭാര്യ 6-7 മാസത്തോളം ഗർഭിണിയായിരുന്നു. പക്ഷെ അയാൾ ഈ അപകടത്തിൽ മരിച്ചുപോയി, ആ കുഞ്ഞിനെ പോലും കാണാതെ. അത് അവിടുത്തെ എഴുകോണിലെ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ മകനാണ്. നല്ലൊരു വീട്, നല്ല ഒരു കുടുംബം. പക്ഷേ ഈ പെൺകുട്ടിയുടെ കഥ പിന്നീട് എന്തായി മാറി എന്നുള്ളത് ഞാൻ പിന്നീടുള്ള വർഷങ്ങളിൽ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ആ കുഞ്ഞ് ജനിച്ചു. പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ആണ്ടുബലി ഉണ്ടല്ലോ, ഇതിൻ്റെ ചരമവാർഷിക ദിനങ്ങൾ, ദുരന്തവാർഷിക ദിനങ്ങൾ, അവിടെ ചിലതും. പക്ഷേ അവസാനം ഞാൻ അറിഞ്ഞു ആ പെൺകുട്ടിയെ, ആ ജെയിംസിൻ്റെ ആളുകൾ ആൺകുട്ടിയാണ്, ആ ജെയിംസിൻ്റെ വീട്ടുകാർ എടുത്തു. മറ്റേ കുട്ടിയെ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ വേറെ ഒരു വിവാഹം കഴിച്ചയച്ചു
എന്ന് പറയും. അപ്പോൾ പെരുമൺ ദുരന്തം ഇതുപോലെ എത്രയോ എത്രയോ ജീവിതങ്ങൾ അനാഥമാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ദുരിതത്തിൽ ആക്കിയിട്ടുണ്ടെന്ന് പറയും. രണ്ടാമത്തെ വർഷം ഈ പെരുമൺ ആണ്ടുബലി നാളെ എന്ന് ഒരു വർഷം കഴിയുമ്പോൾ നമ്മളൊരു അനുസ്മരണം പത്രങ്ങളിൽ എഴുതുമല്ലോ. വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു വാർത്ത ഞാൻ എഴുതുകയുണ്ടായി. അപ്പോൾ അത് പിന്നെ ഇപ്പോഴും എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഭാഷ എന്നെ സ്പർശിക്കാറുണ്ട്. ഞാൻ തന്നെയാണോ ഇത് എഴുതിയത്? ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ കൈകളിൽ നിന്നല്ല വാക്കുകൾ വരുന്നത്, ഹൃദയത്തിൽ നിന്ന് ഭാഷ വരും, ഹൃദയത്തിൽ നിന്ന് എഴുതും. അങ്ങനെയുള്ള എഴുത്തിനെ നമുക്ക് കൈകൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് അങ്ങനെയുള്ളൊരു ലേഖനമായിരുന്നു അത്. കാരണം ഞാൻ അന്ന് പെരുമ്പള്ളിൽ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു പിന്നെ സ്പൃക്കായിട്ടുള്ള ഒരു പ്രതിഫലനമായിരുന്നു ആ ലേഖനം. ഒരു മണിച്ചാറൊക്കെ വിളിച്ച് എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് തന്നെ എനിക്ക് നല്ല അഭിനന്ദനം കിട്ടിയ ഒരു ഇതായിരുന്നു. പത്രപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് പിന്നെ എടുത്തു പറയാൻ പറ്റുന്നത് മറ്റൊന്ന്, ഈ കോട്ടാത്തിലെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ധീര രക്തസാക്ഷിയില്ലേ, ആ കോട്ടാത്തിലെ സുരേന്ദ്രൻ ഒരു ജന്മി ജനിച്ച ആളാണെന്ന് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഒരു വലിയ ജന്മകുടുംബത്തിൽ ജനിച്ച ആളാണ്. അവിടുന്ന് സർക്കാർ ഉദ്യോഗം 2 സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് ഇല്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഇത് ചെയ്ത് സ്വന്തം വീട്ടിൽ തന്നെ പിന്നെ സമരം നടത്തി, പിന്നെ പത്തായത്തിലുള്ള അരിയും മറ്റും പാവപ്പെട്ടവർക്ക് എടുത്തു കൊടുത്ത്, അങ്ങനെ പിന്നെ ഒരു തീപ്പൊരിയായി നടന്നിരുന്ന കോട്ടാത്തല സുരേന്ദ്രൻ ഒരു ദിവസം കോട്ടാത്തലയിൽ ഇദ്ദേഹം പിന്നെ പോലീസിൻ്റെ കണ്ണിൽ കരടായി. അങ്ങനെ ഒരു ദിവസം ഭാരതിയെ കാണാൻ വേണ്ടി പിന്നെ കോട്ടാത്തല വന്നു. തിരിച്ച് പോകുന്ന വഴി പോലീസിൻ്റെ വെടിയേറ്റ് കോട്ടാത്തല സുരേന്ദ്രൻ രക്തസാക്ഷിയാവുകയായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. നമ്മളാരും പിന്നെ കോട്ടാത്തല സുരേന്ദ്രൻ്റെ എല്ലാ വർഷവും ഈ കൊല്ലം ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമുണ്ട്. അവിടെ ഒരു പുഷ്പാർച്ചന നടത്താം CPIയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഒരാൾ കോട്ടാത്തലയിലുള്ള എൻ്റെ ഒരു അധ്യാപകനായിട്ടുള്ള ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഭാരതി ചേച്ചി പിന്നെ അവിടെ ഇരുന്ന് പാറയടിക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു. ധീരനായ കോട്ടാത്തല സുരേന്ദ്രൻ്റെ ഭാര്യ ഭാരതി അവിടെ ഒരു റോഡ് വക്കിലിരുന്ന് മെറ്റലടിക്കുന്നു, പാറ അടിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും അവരെ പോയെന്ന് കാണണം, ഒരു ഫീച്ചർ തയ്യാറാക്കണം. അങ്ങനെ ഞാൻ നേരെ പിന്നെ ഈ നമ്മുടെ കേരളകൗമുദിയുടെ ഒരു പിന്നെ ശങ്കരൻകുട്ടി ഫോട്ടോഗ്രാഫറുണ്ട്. ആ ശങ്കരൻകുട്ടിയുടെ അനുജൻ ഒരു ഗോപാലകൃഷ്ണനുണ്ട്. ആ ഗോപാലകൃഷ്ണനെ കൂട്ടി ഞങ്ങൾ നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പം ഇതേ വെയിലത്ത് ഇരുന്ന് ആ സ്ത്രീ, വലിയ കമ്പ് പോലെ ഇരിക്കുന്ന ആ സ്ത്രീ ഇരുന്ന് പാറയടിക്കുകയാണ്. ചെന്ന പാടെ തന്നെ ഞാൻ നേരത്തെ തന്നെ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ചെല്ലുന്ന പാടെ തന്നെ ഒരു പടം എടുത്തോണം, പാർട്ടിക്കാർ ചിലപ്പോൾ തടയും ഇത് പബ്ലിഷ് ചെയ്യുന്നതിനെ. അപ്പോൾ പാർട്ടിക്കാർ തടയും എന്ന് പറയാം. ഫോട്ടോഗ്രാഫറെ പിന്നെ ആദ്യം തന്നെ ഗോപാലകൃഷ്ണൻ ഫോട്ടോ എടുത്തതിന് ശേഷം വേറൊരിടത്തോട്ട് പോയി മാറി നിന്നു. ഞാനിവരുമായിട്ട് എല്ലാം സംസാരിച്ച്, ഞാൻ കുറിപ്പൊന്നും എഴുതിയെടുക്കാതെ അവരിൽ നിന്ന് സംസാരിച്ച് ഉള്ള വിവരങ്ങളെല്ലാം എടുത്തിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു, അങ്ങനെ എനിക്ക് തോന്നുന്നു, നല്ല ഒരുപാട് പേര് അതിനെപ്പറ്റി അഭിപ്രായം പറയുകയുണ്ടായി. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാര്യ പാറയടിക്കുന്നു, പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരാൾ, പിന്നെ അയാളുടെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ? വഴിയേറിയിരുന്ന് പാറയടിക്കേണ്ട സ്ത്രീയല്ലല്ലോ അവർ. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ആ വാർത്ത വഴിതെളിച്ചു എന്നുള്ളതാണ് അത് എൻ്റെ ജീവിതത്തിൽ, പത്രപ്രവർത്തന ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത ഒരു സംഭവമാണ്. അതിനുശേഷം പിന്നെ എനിക്ക് പിന്നെ പല്ലന അവിടെ ഈ പിന്നെ കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ച ആ മരണം കണ്ടു നിന്ന ഒരു സ്ത്രീ, അവരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി. അവിടെ വെച്ച് തന്നെ ആ സംഭവം നടന്ന പല്ലനയാറ്റിൻ്റെ തീരത്ത് വെച്ച്, അതാ ഇവിടെ വരെയെന്നും പറഞ്ഞിട്ട് കൈ ചൂണ്ടി കാണിക്കുന്ന ഒരു പടം ഉൾപ്പെടെ കേരളകൗമുദിയുടെ വാരാന്ത്യപ്പതിപ്പിൽ ഞാനത് പ്രസിദ്ധീകരിച്ചു. അപ്പം അങ്ങനെയുള്ള മറക്കാനാവാത്ത ഒരുപാട് പിന്നെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഈ എളിയ പത്രപ്രവർത്തന ജീവിതത്തിൽ സാധിച്ചു എന്നുള്ളത്
ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കരുതുന്നു. മറ്റൊന്ന്, ഈ മഹാന്മാരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നമ്മുടെ മന്ത്രിമാരായിരുന്ന, മുഖ്യമന്ത്രിമാരായിരുന്ന, അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങൾ, സാംസ്കാരിക രംഗങ്ങളിൽ ഒക്കെ വളരെ ഉയർന്ന പദവിയിൽ എത്തുകയും അവർ മരിച്ചുപോയ അവരുടെ കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഇപ്പോൾ എന്ന് ഉള്ള ഒരു അന്വേഷണവുമായി ഞാൻ ഒരു പുതിയ പങ്ക്തി തുടങ്ങി. അതിനും കേരളമുദ്ര എക്സിക്യൂട്ടീവ് എഡിറ്റർ AP വിശ്വനാഥ് സാറാണ് എനിക്ക് അവസരം തന്നത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോയി. അതിൽ മൂടാടിയിലെ കേളപ്പജി, അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പന് എറണാകുളത്ത്, പിന്നെ ഇവിടെ PTP നഗറിലെ പട്ടംതാണുമുള്ള, പിന്നെ R ശങ്കർ, അതുപോലെ തന്നെ TM വർഗീസ്, മന്നത്ത് പത്മനാഭൻ, സുശീല ഗോപാലൻ, പറവൂർ TK നാരായണപിള്ള, CH മുഹമ്മദ് കോയ, ഡോക്ടർ MS വല്യത്താൻ, ഇവരെയൊക്കെ നേരിൽ കണ്ട് അവരുടെ കുടുംബം ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വെച്ച് ഒരു പരമ്പര എനിക്ക് തയ്യാറാക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഈ ഓരോരുത്തരുടെ വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരെപ്പറ്റി, ആ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ആളുകളെപ്പറ്റി നമുക്ക് പഠിക്കാൻ, നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ മന്നത്ത് പത്മനാഭൻ സമുദായ ആചാര്യൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നാഷണൽ സർവീസ് ന്യായ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ ആൾ എന്ന് പറയുന്നത്, ഇതിൽ ഇപ്പോൾ ഒന്നിൽ നിന്നും, ഈ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്ന് ജീവിതത്തിൽ പ്രായോഗികമായി കാണിച്ചു കൊടുത്ത ഒരാളാണ് മന്നത്ത് പത്മനാഭൻ. ആ ആചാര്യൻ ഒരു സമുദായത്തിൻ്റെ ആചാര്യനല്ല. അദ്ദേഹം എല്ലാ സമുദായങ്ങളുടെയും ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശതകോടികളുടെ സ്വത്തിപ്പം NSSനുണ്ട്. അതിൻ്റെ എല്ലാം മൂലകാരണം എന്ന് പറയുന്ന മന്നത്ത് പത്മനാഭനാണ്. പക്ഷേ അത് സാമുദായിക ഐക്യത്തോടു കൂടി ആ സംഘടനയെ നയിച്ചതുകൊണ്ടുള്ള നേട്ടമാണ്. അതിന് ഞാൻ ഒരു ജസ്റ്റ് ഉദാഹരണം പറയാം. ഞാൻ ഈ പങ്ക്തി തയ്യാറാക്കാൻ വേണ്ടി പെരുന്നയിൽ ചെന്ന് മന്നത്ത് പത്മനാഭൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവരുടെ തലമുറയിൽപ്പെട്ട 2-3 പേരെ കണ്ടു. അതിനുശേഷം പറഞ്ഞു, നമ്മുടെ മന്നത്തിൻ്റെ ഒരു ഡ്രൈവറുണ്ട് നാരായണൻ, ആ നാരായണന് അവിടെ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ വീട് അടുത്താണ്, വേണേൽ അദ്ദേഹത്തെ പോയി എന്ന് കണ്ടു എന്ന് പറയാം. അങ്ങനെ ഞാൻ ഈ നാരായണനെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ മന്നത്തിൻ്റെ മഹത്വം അറിയുന്നത് സത്യം പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അനുഭവമായിരുന്നു അത്. കാരണം ഈ മന്നത്തിന് ഒരു ഡ്രൈവറെ വേണമായിരുന്നു. അപ്പോൾ അത് NSS വഴി ഇത് ചെയ്തു, പ്രസിദ്ധപ്പെടുത്തി അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ അപേക്ഷയിലെ എല്ലാ ജാതി മതസ്ഥരും അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തത് മന്നം നേരിട്ടാണ്. അപ്പോൾ ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടു. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പുള്ളിയെ അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഡ്രൈവറായിട്ട് വെച്ചത് NSSൽ തന്നെ പലർക്കും അത് അത്ര രസിച്ചില്ല. അപ്പോൾ മന്നം പറഞ്ഞു, അത് എൻ്റെ ഇഷ്ടമല്ലേ, എൻ്റെ കാറല്ലേ ഓടിക്കുന്നത്, അയാൾ എൻ്റെ അടുത്തിരുന്നോട്ടെ, അതിനകത്ത് നിങ്ങളുടെ അടുത്തൊന്നും വരുന്നില്ലല്ലോ, നിങ്ങൾ അതിനകത്ത് കയറിയും വേണ്ടെന്നാ. അങ്ങനെ മന്നത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് നാരായണൻ മാറി. അദ്ദേഹത്തിൻ്റെ ചുരുക്കി ഞാൻ പറയാം, മന്നം മരിച്ചതിന് 30 വർഷത്തിന് ശേഷമാണ് ഞാൻ നാരായണനെ കാണുന്നത്. അന്ന് മന്നം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, ഇനി എൻ്റെ കാലം കഴിഞ്ഞാലേ NSSൽ തന്നെ ഡ്രൈവറായിട്ട് കയറിക്കോ. അന്നേരം നാരായണൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ പൂ വിറ്റെടുത്ത് പിന്നെ പുല്ല് വിൽക്കുന്ന ഏർപ്പാട് എനിക്കില്ല. ഞാൻ ആചാര്യൻ്റെ കാലം കഴിഞ്ഞാൽ
ഞാൻ ഈ വളയം തൊടില്ല. ഈ 30 വർഷമായിട്ടും നാരായണൻ ആ വളയം തൊട്ടിട്ടില്ല. ജീവിതം, മന്ദത്തിൻ്റെ ജീവിതം പലപ്പോഴും രക്ഷിക്കാൻ നിന്നത് നാരായണനായിരുന്നു. അപ്പോൾ അവിടെ വർഗീയ ജാതി ചിന്തകളോ ഒന്നുമില്ല. അതാണ് മന്ദത്ത് പത്മനാഭൻ. ഇതൊക്കെ നമുക്ക് പലർക്കും, ഞാൻ നേരിട്ട് നാരായണനെ കണ്ട് സംസാരിച്ചത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. സഹോദരൻ അയ്യപ്പന് വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ കൊച്ചിയിലെ രവിപുരത്ത് MG റോഡിൽ ഏതാണ്ട് 10-15 സെൻറ്റ് സ്ഥലം വീടും ഉണ്ടായിരുന്ന ഒരു സമയം. ആ സമയത്താണ് MG റോഡിൻ്റെ നിർമ്മാണം വരുന്നത്. അപ്പോൾ തൊട്ടടുത്തൊരു സ്വാമിയുണ്ട്. ആ സ്വാമിയുടെ വസ്തുവും സഹോദരൻ അയ്യപ്പൻ്റെ വസ്തുവും അപ്പാതി എടുക്കാം. അപ്പം ഈ സ്വാമിക്ക് 3-4 പെൺപിള്ളേരുണ്ട്. അപ്പോൾ പെൺപിള്ളേരുള്ളത് കൊണ്ട് ഈ വസ്തു പോയി കഴിഞ്ഞാൽ പുള്ളി ആകപ്പാട് സങ്കടത്തിലാവും, ഇത് ഒരു പ്രതിസന്ധിയിലാവും. അപ്പോൾ ഇത് അറിഞ്ഞപ്പം സഹോദരൻ അയ്യപ്പൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ റോഡൊന്ന് ചെറുതായിട്ട് ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് എൻ്റെ ആ മുറ്റം മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. 7.5 സെൻറ്റ് സ്ഥലം സഹോദരൻ അയ്യപ്പൻ 1 പൈസ പോലും വാങ്ങാതെ സംഭാവനയായിട്ട് MG റോഡിന് ഇത് ചെയ്തു. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി അയ്യപ്പൻ 30 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അതിനുശേഷവും ഈ സഹോദരൻ അയ്യപ്പൻ്റെ ഭവനം മക്കൾ എടുത്തില്ല. അത് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ശ്രീനാരായണഗിരി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഒരു അഭയസ്ഥാനമാണ്. അവിടെ സേവികാ സമാജം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ആ സേവികാ സമാജത്തിന് ഈ സഹോദരൻ അയ്യപ്പൻ്റെ ഭവനം അത് വിട്ടുകൊടുത്ത് ഇപ്പോഴും സേവികാ സദനത്തിൻ്റെ പേരിലാണ് ഈ വസ്തു. അത് സഹോദരൻ അയ്യപ്പൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയുമായിട്ടുള്ള കേരള തിരുക്കൊച്ചി മന്ത്രിസഭയിലെ അംഗം കൂടിയായിരുന്ന സഹോദരൻ അയ്യപ്പനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയും ഒക്കെയുള്ള അതെല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ്. അറിയാത്ത ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ യാത്ര എൻ്റെ ജീവിതത്തിലൊരു സഫലമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. എത്രയോ കുടുംബങ്ങളിൽ വലിയ വലിയ മനുഷ്യരുടെ വലിയ വലിയ ചിന്തകൾ, അതൊക്കെ പലരും അറിയാതെ പോയി കിടക്കുന്ന അതെല്ലാം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പത്രപ്രവർത്തന രംഗത്ത് ഒരു സംതൃപ്തി കിട്ടിയിട്ടുള്ള ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഈ ഒരു പരമ്പര, ഈ കേരളമുദ്രയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് എന്നെ ചുമതലപ്പെടുത്തിയതെങ്കിലും ആ പരമ്പര അച്ചടിച്ചു വന്നത് നമ്മുടെ മലയാളത്തിലെ ഒരു ജേർണൽ എന്ന് നമുക്ക് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കലാകൗമുദി വാരികയിലാണ്. ആ വാരികയിൽ അത് ഒരുപാട് വായനക്കാരുടെ പേജിൽ നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ആ ഒരു പരമ്പരയെ പ്രശംസിച്ചുകൊണ്ട് ഉണ്ടായത്, അതും എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഒരു പങ്കും കൊല്ലം ബ്യൂറോയിലാണ് ചെലവഴിച്ചത്. അല്ലാതെ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മദർ ജില്ലയായ കൊല്ലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അനുഭവ സമ്പത്തുകൾ, അത് യഥാർത്ഥത്തിൽ ഈ കൊല്ലം നമ്മുടെ രക്തത്തോട് ഇഴുകിച്ചേർന്ന ഒരു സ്ഥലമാണ്. കടൽ, കായൽ, പശ്ചിമഘട്ട നിരകൾ, അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, സാംസ്കാരിക നായകന്മാർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, അതുപോലെ കാക്കനാടൻ, കാമ്പശ്ശേരി കരുണാകരൻ, തെങ്ങമ്മം ബാലകൃഷ്ണൻ, എത്രയോ പേര്, ഒടുവിൽ RS ബാബു വരെ ഇത് നമ്മുടെ കൊല്ലത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തൂവൽ സ്പർശങ്ങളായി നമ്മളെ തഴുകിപ്പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരെയൊക്കെ കാമ്പശ്ശേരി കരുണാകരനെ പറ്റി ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം രചിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഞാൻ കൊച്ചിയിലായിരിക്കുമ്പോൾ അന്നാണ് ഈ കേരള പ്രസ് അക്കാഡമി പത്രപ്രവർത്തക ഗവേഷണ ഒരു പദ്ധതി ആരംഭിച്ചത്. ഗവേഷണം ഇത് നടത്തി പുസ്തക രചനയ്ക്കുള്ള പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് പ്രസ് അക്കാഡമിയുടെ ഒരു ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചു.
അന്ന് അത് 10,000 രൂപ കണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഫെലോഷിപ്പ് പിന്നെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഫെലോഷിപ്പിന് ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം. യഥാർത്ഥത്തിൽ കൊല്ലത്ത് കടപ്പാക്കട താമസക്കാരനാണ് ഇപ്പോൾ, കഴിഞ്ഞ 30-35 വർഷമായിട്ട്. അപ്പോൾ കാമ്പശ്ശേരി കരുണാകരനെ പറ്റി എനിക്ക് നേരിട്ട് സത്യത്തിൽ എനിക്ക് പരിചയമില്ല, നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ പറ്റിയുള്ള പിന്നെ പത്രപ്രവർത്തന ജീവിതത്തിലെ ആ പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ കൃതികളും അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ബഹുമുഖ വ്യക്തിത്വം. അദ്ദേഹം പിന്നെ MLA ആയിരുന്നു, അതുപോലെ തന്നെ പിന്നെ KPSCയുടെ നടനായിരുന്നു, പിന്നെ പത്രാധിപരായിരുന്നു. പത്രാധിപർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച പത്രാധിപന്മാരിൽ ഒരാളായിരുന്നു കാമ്പശ്ശേരി. അദ്ദേഹം എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് വലിയ ഒരു ബിംബം ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പ്രസ് അക്കാഡമി ഇങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോൾ, ഗവേഷണം നടത്താൻ ഒരു സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ കാമ്പശ്ശേരിയാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. ആ കാമ്പശ്ശേരിയുടെ പിന്നെ ഒരു സിനോപ്സിസ് ഞാൻ കൊടുത്തു. ഓരോ അധ്യായങ്ങൾ, കാമ്പശ്ശേരിയെ പറ്റിയുള്ള ജീവിതത്തിൻ്റെ ചില മുഹൂർത്തങ്ങൾ വെച്ചിട്ടുള്ള അധ്യായങ്ങളായി തിരിച്ചുകൊണ്ടുള്ള ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ചില അധ്യായങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സിനോപ്സിസ് ഞാൻ പ്രസ് അക്കാഡമിയിൽ കൊടുത്തു. ആ അക്കാഡമി അത് അംഗീകരിച്ചു. ആദ്യത്തെ ഫെലോഷിപ്പ് പിന്നെ ഞാൻ അർഹനായി. അന്നത്തെ മന്ത്രിയായിരുന്ന PJ ജോസഫായിരുന്നു അന്ന് അത് വിതരണം ചെയ്തത്. യഥാർത്ഥത്തിൽ ഞാൻ അതിനുവേണ്ടി ഈ പുസ്തകം രചിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള യാത്രകൾ ധാരാളമാണ്. ഇലവന്തിട്ടയിൽ കാമ്പശ്ശേരിയുടെ സഹോദരൻ്റെ വീട്, കുടുംബ വീട്, അതുപോലെ തന്നെ അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ പ്രസംഗിച്ച നിയമസഭയിലെ പ്രസംഗങ്ങൾ, അത് നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പോയി തപ്പിയെടുത്തു. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമ കാമ്പശ്ശേരി, ആ പ്രേമ കാമ്പശ്ശേരിയുടെ ഇൻ്റർവ്യൂ, അത് മറ്റാർക്കും കിട്ടാത്ത ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അത് പ്രേമ മരിക്കുന്നതിന് ഏതാണ്ട് 2 മാസം മുമ്പാണ് ഞാൻ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. കാരണം അവർക്കൊരു പ്രത്യേകതരം അസുഖം ഉണ്ടായിരുന്നു. ഈ ബ്ലഡ് മാറ്റി കൊടുക്കണം, 2 ആഴ്ച കൂടുമ്പം ബ്ലഡ് മാറ്റണം. അപ്പോൾ അങ്ങനെ പലപ്പോഴും ചെല്ലുമ്പോഴും ബ്ലഡ് മാറ്റി ഇത് ഒരു കോമ സ്റ്റേജിലായിരിക്കും അവർ. ഒരു ദിവസം ചെന്നപ്പോൾ അവർ വളരെ തെളിഞ്ഞ അന്തരീക്ഷം പോലെ തെളിഞ്ഞ ഇത് മനസ്സുമായിട്ട് ഇരിക്കുന്നു. അന്ന് കിട്ടിയ ആ ഒരു ഇൻ്റർവ്യൂ ആണ്. ഹൃദയസ്പൃക്കായ ആ ഇൻ്റർവ്യൂ എനിക്ക് ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. കാമ്പശ്ശേരിയെ പറ്റിയുള്ള പുസ്തകം പ്രസ് അക്കാഡമി പക്ഷേ നിർഭാഗ്യവശാൽ അത് പ്രസിദ്ധീകരിക്കാൻ കുറേയധികം കാലതാമസം എടുത്തു. ഞാനത് കൊടുത്തിട്ട് 12 വർഷത്തോളം അത് പ്രസ് അക്കാഡമിയുടെ അലമാരയിലിരുന്നു. അവസാനം NB രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ പ്രസ് അക്കാഡമി ചെയർമാനായി വരുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ഈ കാര്യം ഓർമ്മിച്ചു. അലമാരയൊന്ന് നോക്കിയാൽ പൊടി തട്ടി എൻ്റെ ഒരു സാധനം കാണും, അത് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ അത് വായിച്ചപ്പോൾ രാജേന്ദ്രൻ പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ചു, അത് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രസ് അക്കാഡമി അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ പുസ്തകത്തിൻ്റെ കോപ്പികളെല്ലാം വിറ്റ് തീർന്നു. രണ്ടാമത്തെ എഡിഷൻ്റെ വേണ്ടി അത് പുസ്തകം പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാമ്പശ്ശേരിയുടെ 100ാം വാർഷികമാണിത്. അപ്പോൾ ആ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസ് അക്കാഡമി ഇപ്പോൾ മീഡിയ അക്കാഡമി അത് തീർച്ചയായിട്ടും 2ാം പതിപ്പ് പ്രസിദ്ധീകരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കൊല്ലം ബ്യൂറോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1996 കൊച്ചി എഡിഷൻ കേരളകൗമുദി ആരംഭിക്കുന്നത്. അപ്പോൾ കൊച്ചി എഡിഷൻ ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ ഒരു യൂണിറ്റ് വേണം, ആ യൂണിറ്റിൻ്റെ ഒരു ചീഫ് വേണം, അതുപോലെ തന്നെ അവിടുത്തെ ബ്യൂറോ ചീഫ് വേണം. അങ്ങനെയുള്ള ഒരു സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് എന്നെയും മറ്റൊരാൾ, അതായത് PV മുരുകൻ, കേരളകൗമുദി ഫ്ലാഷ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ നട്ടെല്ലായിരുന്ന ഏറ്റവും മികച്ച പത്രപ്രവർത്തകരിൽ ഒരാളായ PV മുരുകൻ എന്നെയുമാണ്
ഈ എറണാകുളം ബ്യൂറോയുടെ ചുമതല ഏൽപ്പിച്ച് എറണാകുളം ബ്യൂറോ ശക്തമാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞാൻ നേരെ 96 ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് കൊച്ചിയിലേക്ക് താമസം മാറിയത്. കൊച്ചിയിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു പ്രത്യേക സംസ്കാരം, കൊല്ലത്തിൻ്റെ സംസ്കാരമല്ല കൊച്ചിയിലേത്, ഒരു വ്യവസായ നഗരമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒഴുക്കുകളിൽ വളരെ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ ഈ കൊച്ചി സർവകലാശാലയിൽ ഈ സംവരണ തട്ടിപ്പ് അനുസ്യൂതം നടന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഞാൻ അവിടെ സോഴ്സ് ഉണ്ടാക്കി, ചില സോഴ്സുകളുണ്ടാക്കി, അത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കുറേ തെളിവുകൾ കിട്ടി. അപ്പോൾ ആ തെളിവുകൾ വെച്ചുകൊണ്ട് ഒരു പരമ്പര തന്നെ കൊച്ചി സർവകലാശാലയുടെ സംവരണ അട്ടിമറിയെപ്പറ്റി ഒരു വലിയ സംഭവം, പിന്നെ ഒരു പരമ്പര തന്നെ തയ്യാറാക്കി അവിടെ എഡിഷന് കേരളമുതൽ പ്രസിദ്ധീകരിച്ചുണ്ടായി. അതിന് പിന്നെ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെയൊക്കെ അവാർഡുകളും എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ കൊച്ചിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയുടെ മുക്കും മൂലയും എല്ലാം നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ആ പൾസ് മനസ്സിലാക്കി അവിടെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊച്ചി ബ്യൂറോ ചീഫാകാൻ എനിക്ക് പറ്റി. സത്യം പറഞ്ഞാൽ കൊച്ചി എനിക്ക് വലിയ ഒരു പ്രോത്സാഹനമാണ്. ഞാനൊരു ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഒരു പുതിയ സംസ്കാരവും തന്നത് കൊച്ചി എന്ന് പറയുന്ന നഗരമാണ്. എന്ന് മാത്രമല്ല, കൊച്ചി ബ്യൂറോയിലെ പിന്നെ ഒരു കൂട്ടായ്മ, അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബ്യൂറോ ചീഫ് എന്ന് പറയുന്നത് VR വിജയറാം എന്ന് പറയുന്ന സാറാണ്. സാറ് എൻ്റെ ഒരു 65 വയസ്സ് അന്ന് സാറിന് പ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. അദ്ദേഹം ഒരു വളരെ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പ്രമുഖ പത്രപ്രവർത്തകനായ ശ്രീ P. സുജാതനായിരുന്നു. അപ്പോൾ PV മുരുകൻ അവിടുത്തെ യൂണിറ്റിൻ്റെ ചീഫായി മാറുകയും ഇങ്ങനെ ഒരു കൂട്ടായ്മ സുജാതനും അതുപോലെ തന്നെ KS സുധി എന്ന് പറയുന്ന ഇപ്പോൾ ഹിന്ദുവിൻ്റെ ബ്യൂറോ ചീഫായിട്ടുള്ള KS സുധി അന്ന് കേരളകൗമുദിയിലുണ്ട്. അപ്പോൾ പിന്നെ ഒരു രമേഷ്, പിന്നെ അങ്ങനെ 6-7 റിപ്പോർട്ടേഴ്സ് അന്ന് ഉള്ള ഒരു പിന്നെ ബ്യൂറോ ആയിരുന്നു അത്. അപ്പോൾ അവിടെ ആ ഒരു കൂട്ടായ്മ നമുക്ക് വളരെയധികം പ്രയോജനം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരുപാട് പിന്നെ കാര്യങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് KPCC പിന്നെ ഓഫീസിൻ്റെ തൊട്ട് അടുത്ത മുറിയിലാണ്, ചന്ദ്രിക ബിൽഡിങ്സിലാണ് കേരള കൗമുദിയുടെ ബ്യൂറോ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഇത് പിന്നെ വിഷയങ്ങൾ, അതുപോലെ കൊച്ചി പ്രസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ അവിടെ പ്രസ് അക്കാഡമിയുടെ പ്രസിഡൻ്റായിരുന്ന ചെയർമാനായിരുന്ന രാമചന്ദ്രൻ സാറ്, അതുപോലെ KM റോയ് സാറ്, അതുപോലെ സത്യവ്രതൻ സാറ്, ഇവരെയൊക്കെ ഓർക്കാതെ ഇവരെല്ലാവരും നമ്മൾ വൈകുന്നേരം സാറിന് പ്രസ് ക്ലബ്ബിൽ ഒത്തുചേരുന്നവരാണ്. പ്രസ് ക്ലബ്ബിൽ ഒത്തുചേർന്ന് അവരിൽ നിന്ന് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പിന്നെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാനുള്ള ഒരു ആർജവം അവർ നമുക്ക് പകർന്ന് തന്നു എന്നുള്ളതാണ് ആ സത്യം. പിന്നെ ഒരു ബിസിനസ് നഗരമല്ലേ കൊച്ചി. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ടാവും. അവിടെ വെച്ച് പിന്നെ ചില കൂട്ടായ്മകളുണ്ടാവും. അത് അവിടുത്തെ സ്റ്റാർ ഹോട്ടലുകളിലുള്ള ചില പത്രസമ്മേളനങ്ങൾ, ഡോക്ടർമാരുടെ പത്രസമ്മേളനങ്ങൾ, എൻജിനീയർമാർ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മേലേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ പത്രസമ്മേളനങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ബന്ധം വളരെ വലുതാണ്. ഒരുപാട് പേരുമായിട്ട് പിന്നെ ഇഴുകിച്ചേരാനുള്ള ഒരു സന്ദർഭം കൊല്ലത്തേക്കാൾ ഒരുപാട് പ്രമുഖരുമായിട്ട് ഇഴുകിച്ചേരാനും അവരുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പലപ്പോഴും പിന്നെ ഈ അങ്ങനെ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളിൽ നിന്ന് ഒരുപാട് സ്റ്റോറീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറീസ് എനിക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ തലേ ദിവസം അവരുമായിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു ഹിൻഡ് അവരിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ
ഒരു 10 മണിക്ക് മുമ്പ് അവർ ഓഫീസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ അവരെ വിളിച്ചിരിക്കും. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ ഓർമ്മിപ്പിക്കും. അതെപ്പോൾ വരണം, അതിൻ്റെ ഡീറ്റെയിൽസ് എപ്പോൾ കിട്ടും സാറേ എന്ന് ചോദിക്കും. അപ്പോൾ അത് നോക്കട്ടെ, ഞാൻ വൈകിട്ട് വിളിക്കാം, മിക്കവാറും വൈകിട്ട് വിളിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. 2 ദിവസത്തിനകം ഒരു സ്റ്റോറി ഉറപ്പാണ്, ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി ഉറപ്പാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ അത് പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ സായാഹ്ന കൂട്ടായ്മകൾ ഒരു വാർത്താ ശേഖരണത്തിൻ്റെ ഒരു വലിയ ഇതാണ്, ഒരു സോഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ കൊച്ചിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പരമാവധി മുതലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി ഇപ്പോൾ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് പോരുന്നിട്ടിപ്പോൾ 2000-ലാണ്. ഇപ്പോൾ 25 വർഷമായി ഞാൻ കൊച്ചിയിൽ നിന്ന് പോരുന്നിട്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ കൊച്ചി എന്ന് പറയുന്ന ആ നഗരത്തിൻ്റെ എല്ലാ ഭൂമിശാസ്ത്രങ്ങളും ഞാൻ പഠിച്ചു എന്നുള്ളത്. കുറേ പെട്രോൾ ചിലവാക്കിയെങ്കിലും എല്ലാ ഭൂമിശാസ്ത്രങ്ങളും, ആബേലച്ചൻ്റെ ഈ കലാഭവൻ, ആ കലാഭവൻ അവിടെ എത്രയോ നാൾ ഞാൻ അവിടെ ആബേലച്ചനുമായിട്ട് ഞാൻ സംസാരിച്ച് അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ സാംസ്കാരികവും അതുപോലെ വ്യാവസായികമായിട്ടുള്ള, വ്യവസായം എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ലേഖകനുണ്ട്. അപ്പോൾ ആ ബിസിനസ് ലേഖന അവരുടേതായ സാങ്കേതികത്വത്തിൽ ഇത് ചെയ്യും. പക്ഷേ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കൊച്ചി നഗരം മാറിയിട്ടുണ്ട്. അത് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. എനിക്ക് മറ്റൊരു കാര്യം പുതിയ തലമുറയോടും അതുപോലെ തന്നെ മുതിർന്ന തലമുറയോടും പറയാനുള്ളത്, മലയാള ഭാഷ വിശേഷിച്ചും പ്രിൻ്റ് മീഡിയയിൽ പ്രവർത്തിക്കുന്നവരോട് മലയാള ഭാഷ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അതിന് ചില നിയമങ്ങളും ശാസ്ത്രങ്ങളും ഉണ്ട്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ് ഭാഷ എന്ന് ചിലർ വളരെ ഇതായിട്ട് പറയാം. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാല്ലോ. ഇപ്പോൾ ഒരു വാക്ക് തെറ്റായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ജന്മശതാബ്ദി വർഷം എന്ന് പറയുന്നു, ജന്മശതാബ്ദി എന്ന് പറഞ്ഞാൽ മതി, പിന്നെ വർഷം പറയണ്ട. അബ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം എന്നാണ് എൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ജന്മശതവർഷം എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ, അത് പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗസറ്റാണ്. അത് ഈ ചെറിയ പ്രായം മുതൽ കുട്ടികൾ പോലും അതാണ് ശരി എന്ന് വായിച്ച് പഠിക്കുന്നവരാണ്. കേരളകൗമുദിൽ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, അതാണ് ശരി എന്ന് വായിച്ച് പഠിച്ചിട്ടുള്ളവനാണ് ഞാൻ. കാരണം അന്ന് എനിക്കറിയാം കേരളകൗമുദിയിലെ റിട്ടയർ ഉദ്യോഗസ്ഥന്മാരുടെ, അത് ആരുവെച്ച ഉദ്യോഗസ്ഥന്മാരുടെ മലയാള പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അവിടുത്തെ പ്രൂഫ് റീഡിങ്. അവിടെ ഒരു അക്ഷരത്തെറ്റിന് ബെറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ ബെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ സംസ്കൃതം പഠിച്ചവനായതുകൊണ്ട് എനിക്ക് ആ സന്ധി എങ്ങനെ വന്നു എന്നെനിക്ക് സമർത്ഥിക്കാൻ പറ്റും. ഇപ്പം സസജുഷോ രുഹു എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ആ സൂത്രം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിസർഗം ഈ സകാരം വരുന്നിടത്ത്, രേപം വരുന്നിടത്ത് സകാരമായിട്ട് മാറും. അതാണ് ഈ സസജുഷോ രുഹു എന്ന് പറയുന്ന ഇത്. പിന്നെ വിസർജനീയസ്യ സഹ, ഇപ്പം വിസർഗം വരുമ്പോൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുമ്പോൾ അത് അവിടെ സകാരം വരും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്തുകൊണ്ട് അങ്ങനെ വരത്തില്ല എന്ന് പറയാൻ നമുക്ക് ഈ സംസ്കൃതം പഠിക്കുന്നവർക്ക് കഴിയും. എന്ന് മാത്രമല്ല, ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ദ്രാവിഡ ഭാഷയാണെങ്കിലും പിന്നെ അത് ദേവഭാഷയാണെന്ന് അതിന് ഇത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും മലയാള ഭാഷയുടെ മൂലം സംസ്കൃത ഭാഷ തന്നെയാണ്. എത്രയോ മലയാള ഭാഷയുമായിട്ട്, പദങ്ങളുമായിട്ട് സംസ്കൃത ഭാഷയ്ക്ക് ബന്ധമുണ്ട്. അപ്പോൾ മലയാള ഭാഷ യഥാർത്ഥത്തിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യണം, ശുദ്ധമായ മലയാള ഭാഷ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്കൃത ഭാഷ അറിഞ്ഞിരിക്കണം. അത് നമ്മളിപ്പം സംസ്കൃതം പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് അങ്ങനെ പാണ്ഡിത്യം നേടണമെന്നില്ല. പഴയകാല കവികൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഡെറിവേഷൻസ് നോക്കിയാൽ മതി. അതിൻ്റെ ഇപ്പം ഗൂഗിളിൽ തന്നെ ഇത് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു ഭാഷ, ഒരു അർത്ഥം, ആ അർത്ഥത്തിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥം വന്നു, അത് നമുക്ക് ഈ ഗൂഗിളിൽ ഇപ്പോഴത്തെ കാലത്ത് അത് പരിശോധിച്ചാൽ നമുക്ക് കഴിയും. എന്തായാലും ശരി തന്നെ, ഈ സംസ്കൃത ഗ്രന്ഥങ്ങൾ, സംസ്കൃതം അടങ്ങിയിട്ടുള്ള പഴയ കവികളുടെ കൃതികൾ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാള ഭാഷയിലെ പത്രപ്രവർത്തനത്തിനും വിഷ്വൽ മീഡിയാസിനും ശരി തന്നെ. വിഷ്വൽ മീഡിയാസ് ഭാഷ വളരെ വൈകല്യമായിട്ടാണ് പ്രയോഗിക്കുന്നത്. അത് പിന്നെ അപ്പോൾ തന്നെ ഉണ്ടായി അപ്പോൾ തന്നെ പോകുന്നു എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഉച്ചാരണം പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അപ്പം
എനിക്ക് പിന്നെ പുതിയ തലമുറയോട് പറയാനുള്ളത് സംസ്കൃത ഭാഷയെ നമ്മൾ അവഗണിക്കരുത്. ആ നല്ല മലയാള ഭാഷ അറിയാവുന്ന ഒരു പത്രപ്രവർത്തകനാകണമെങ്കിൽ സംസ്കൃത ഭാഷ പഠിച്ചെങ്കിലേ കഴിയൂ എന്ന് ആണ് എൻ്റെ ജീവിതത്തിലെ അനുഭവം. ഞാൻ 5ാം ക്ലാസ് മുതൽ MA വരെയും അതിനപ്പുറവും ഞാൻ സംസ്കൃതം പഠിച്ചത് കൊണ്ട് ഞാൻ ആർജിച്ച ഒരു അറിവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സംശയം വന്നു കഴിഞ്ഞാൽ അത് സംശയ നിവാരണം സംസ്കൃതം അറിയാവുന്നവരോട് ചോദിച്ചെങ്കിലും അത് നിവാരണം ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ്, ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ പത്രപ്രവർത്തകരോട്, എനിക്ക് പുതിയ തലമുറയോടും പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഭാര്യ ജയശ്രീ. ഇപ്പോൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 38 വർഷം അല്ലേ, 38 വർഷം കഴിയുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയുടെ വീട് പിന്നെ എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. അതായത് എഴുകോണം കുണ്ട്ര മുളവന എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഭാര്യയുടെ വീട്. ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൾ പാർവതി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇപ്പം പിന്നെ വർക്ക് ചെയ്യുന്നു, ആലപ്പുഴയാണ്. മകൻ ഭരത് കെ സുന്ദരേശൻ എന്നാണ് പേര്. അദ്ദേഹം ബാംഗ്ലൂരിൽ ആമസോൺ എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. എൻ്റെ മൂത്ത മകളുടെ ഹസ്ബൻഡ് ബ്രഹ്മദത്ത്, അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എൻ്റെ മകൻ്റെ ഭാര്യ ധന്യ മോഹൻ, അവർ ഈ ഫാഷൻ ഡിസൈനറാണ്, ബാംഗ്ലൂർ തന്നെയാണ്. പിന്നെ എൻ്റെ മകൾക്ക് ഒരു കുട്ടിയുണ്ട്, എൻ്റെ പേരക്കുട്ടി, അത് ശിവഹരി ബ്രഹ്മദത്ത് എന്നാണ് പേര്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് നമ്മുടെ ചെറിയ കുടുംബം. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കടപ്പാക്കട പത്രപ്രവർത്തക നഗർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. കൊല്ലത്ത് പത്രപ്രവർത്തകർക്ക് വേണ്ടി ഈ കെ കരുണാകരൻ്റെ കാലത്ത്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അദ്ദേഹം കൊല്ലത്തെ പത്രപ്രവർത്തകരോടുള്ള സവിശേഷമായ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഹൗസിംഗ് ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരികയായിരുന്നു. അപ്പോൾ എല്ലാവരും 5 സെൻറ്റ് 6 സെൻറ്റിനും ഇടയ്ക്കുള്ള കുറേ അധികം പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. കൊല്ലത്തെ പത്രക്കാർ മിക്കവാറും എല്ലാവരും താമസിക്കുന്നത് ഇവിടെ ആയിരുന്നു. കുറേ പേരൊക്കെ മാറിപ്പോയി. അത് ചില കുടുംബങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകുമല്ലോ, ചിലത് വാടകയ്ക്ക് ഒക്കെ കൊടുക്കുന്നു. എന്തായാലും ഞങ്ങൾ കുറേ പേര് 4-5 പത്രപ്രവർത്തകർ ഇവിടെ ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഈ ജേർണലിസ്റ്റ് കോളനി എന്ന് പറയുന്ന ഒരു കുടുംബമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ കഴിയുന്നു. അപ്പോൾ കൊല്ലം കടപ്പാക്കട ദേശീയപാതയ്ക്ക് തൊട്ട് അരികിൽ, അതായത് ഒരു 100 മീറ്റർ വ്യത്യാസം പോലുമില്ല. അപ്പോൾ വളരെ തിരക്ക് ഒഴിഞ്ഞ ഒരു സ്ഥലമാണ്. യാതൊരു പൊടിയോ മറ്റു കാര്യങ്ങളോ ഇല്ല, വെള്ളക്കെട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല സുഖമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കും.